അങ്ങനെ അനി നന്ദുവിനോട് പറയുകയാണ് അവൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അവളുടെ ക്യാരക്ടറൊന്നും ശരിയല്ല. എന്നിട്ട് അനി പറയുകയാണ് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്, അവൾ ഞങ്ങളുടെ സ്വത്താണ് ഉന്നം വെക്കുന്നതെന്ന്. അപ്പം നമ്മുടെ നന്ദു പറയുകയാണെ അവൾക്ക് ഒരുപാട് സ്വത്തൊക്കെ ഉള്ളതല്ലേ, എന്നൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെ അനിയും പറയുന്നുണ്ടേ. പിന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഫ്രോഡുകളാണ് എന്നിങ്ങനെ അനു പറയുവാണ്. അതുകൊണ്ടാണല്ലോ നിനക്കും ഫ്രണ്ട്സിനെ മാറി വീട്ടിൽ കയറി തല്ലേണ്ടി വന്നത്. എന്നിട്ട് നമ്മുടെ അനി പറയുന്നുണ്ട്, ഞാൻ ചെയ്യേണ്ടതാണ് നീ ചെയ്തത്. അവളുടെ അച്ഛനും അമ്മയും കൂടി അവളെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കളികൾ നടത്തിയിട്ടുമുണ്ട്. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ നേരത്തെ എനിക്കൊരു മോതിരം തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ മോതിരം ഇപ്പം നീ തന്നതാണോ എന്ന് വീട്ടിലെല്ലാവർക്കും നല്ല സംശയമുണ്ട്. ഫ്രണ്ട്സുമായിട്ട് തന്നാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു വിശ്വാസവും വന്നിട്ടില്ല. പിന്നെ ഈ ഡ്രസ്സുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവർ വീണ്ടും ചോദിക്കും. അപ്പോഴത്തേക്കിനും നമ്മുടെ അനി ഇങ്ങനെ പറയുകയാണേ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് കാര്യം പറയാം, അപ്പോൾ വേണമെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിൽ വിളിപ്പിക്കുകയും ചെയ്യാമല്ലോ. എന്നപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല എൻ്റെ അച്ഛനും അമ്മയും. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയേ, ഞാനൊരു 4-5 മേടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും 4-5 എന്തിനാ അനി എന്നിങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ധരിച്ചിട്ട് വേണം അവിടെ നടക്കാൻ, അപ്പോൾ എന്നെക്കുറിച്ച് നിനക്ക് ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്, നിന്നെ മറക്കാതിരിക്കാനാണോ നീ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ അനി പറയാണ്, അതെ, ഏട്ടത്തിയുടെ ഉപദേശം നിൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നീ ചിലപ്പോൾ എന്നെ മറക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ് നന്ദു, എന്നെങ്കിലും അവൾ എന്നെ വിട്ടു പോകും. വിട്ടു പോകുന്ന സമയത്ത് എനിക്ക് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ അനി പറയുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു ഞെട്ടുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്ദു ഇങ്ങനെ ഫീലിങ്ങോട് കൂടി പറയുകയാണ്, ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോട്ടെ എന്നിങ്ങനെ പറയേ. അപ്പോൾ നമ്മുടെ അനി ചോദിക്കും, പോകാൻ ധൃതിയായോ? അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഏതൊക്കെയായാലും നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവിടുന്ന്. പിന്നെ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. വണ്ടിയിൽ കയറി പതിയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ അനിയെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതും ഒരു വശത്തുണ്ട്. പക്ഷേ അനിയെ പിണക്കാനും പറ്റത്തില്ല. അനിയെ പിണക്കി കഴിച്ചെന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുമുണ്ട്. എൻ്റെ ദൈവമേ, ഇതൊരു വല്ലാത്ത പരീക്ഷണമായാലോ എന്നിങ്ങനെ നന്ദു മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വണ്ടി എടുക്കുവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് പായസം ഉണ്ടാക്കുവാണേ. ഇന്ന് നമ്മുടെ നന്ദു വരുന്ന ദിവസമാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുവേ, അമ്മയെന്ന് വിളിച്ചിട്ട് അപ്പോൾ നിൻ്റെ അനിയത്തിക്ക് എന്തൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞേ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുവേ. അന്നത്തേക്കും നമ്മുടെ നയന പറയും, അമ്മ ഇങ്ങോട്ട് മാറി, ഞാനും കൂടെ ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമേ എൻ്റെ അനിയത്തിക്ക് വളരെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി മധുരം കുറവാണെന്നും പറഞ്ഞ് പഞ്ചസാരയൊക്കെ എടുത്തിട്ട് നമ്മുടെ പായസത്തിനത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ചോദിക്കുക, എന്താ ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടത്തില്ലേന്ന് ചോദിക്കുക. അത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നിങ്ങനെ നയന ചോദിക്കുന്നുണ്ടോ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ തിരിഞ്ഞ് നയനയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണെ, നയനക്ക് നന്ദുവിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുടെ പേരുകളൊക്കെ പറ, ഒക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മോളും ആദർശും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അപ്പോഴത്തേക്കിനുമാണ് പെട്ടെന്ന് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആദർശിനെ കണ്ടതും ദേവേനെ ഇങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു, അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട, ഞങ്ങൾക്ക് ഇവിടെ പങ്കിട്ട് തരുന്നതിൽ ഒരു കുഴപ്പമില്ലെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദർശ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിന് ആദർശ് പറയും, രണ്ടുപേരും കൂടെ ഒന്നിച്ച് അടുക്കളയിൽ കയറിയോ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുവേ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവേന ഇങ്ങനെ ചാടി കയറിയിട്ട് പറയുകയാണെ, ഇവളുടെ അനിയത്തി ഇന്ന് ഇവിടെയായിട്ട് വരുന്നുണ്ടല്ലോ, അവൾക്ക് നല്ല ഭക്ഷണങ്ങൾ മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അവൾ ഇവിടുന്ന് പിണങ്ങി പോയാലോ. നമ്മുടെ നയനയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുവാണേ, ഇവർ എത്രത്തോളം പോകും, ഇവരുടെ കളികളൊന്നും കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നയന പറയുകയാണെ, നന്ദു ഏതൊക്കെയാലും ക്യാമ്പിലേക്ക് പോവല്ലേ, ഒരു ദിവസം അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു എന്ന് എനിക്കിങ്ങനെ നയന പറയുവേ. എന്നാൽ നമ്മുടെ ആദർശ് പറയുകയാണ്, എന്തിനാ ഒരു ദിവസം ആക്കുന്നത്, എല്ലാ ദിവസവും വിളിച്ച് കൊടുത്തുകൂടെ എന്നിങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് പിന്നെ ആദർശ് പറയുന്നുണ്ട്, അനാമികയ്ക്ക് പ്രശ്നമാകുമല്ലോ, അതുകൊണ്ടാണ്. അത് തന്നെയാണ് എൻ്റെ പ്രശ്നവും, ഞാനും അവളുമായിരുന്നു ഭയങ്കര കമ്പനി, അല്ലെങ്കിൽ അവൾ എല്ലാ ദിവസവും എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ദേവേന ഇങ്ങനെ സീരിയസ് ആയിട്ട് ആദർശിനടുത്ത് സംസാരിക്കുകയാണ്, മോനെ അനിയും അനാമികയും നല്ല രീതിയിലല്ല പോകുന്നത്, അപ്പം നിനക്ക് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു കൂടെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ ആദർശ് പറയുകയാണ്, അമ്മേ കല്യാണത്തിന് തലേ ദിവസമാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്, ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയതാണ്,
ആ സമയത്താണ് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടെ കൂടി മുടക്കിയത്. അതുമാത്രമല്ല, നന്ദുവിന് അനിയെ ഇഷ്ടമല്ല എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് അനാമിക ഈ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ടേ, അതുകൊണ്ടാണ് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനയും പറയുവേ, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അനാമികയ്ക്കും അവനോടൊട്ടും സ്നേഹമില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി ചൂടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണേ, 3 മരുമക്കളും ഒരു വീട്ടിൽ നിന്ന് ആവാതിരുന്നത് നന്നായി. ഇനി ദയവ് ചെയ്തിട്ട് ആരും അതിനുള്ള വഴിയൊന്നും ഒരുക്കരുത്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഈ കാര്യം അവനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം അവന് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അവൻ്റെ ജോലിയെപ്പോലും കൂടെ ഈ മാരേജ് അവനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കേട്ടില്ലേ മോളെ ആദർശ് പറഞ്ഞിട്ട് പോയത്? അപ്പം ഇങ്ങനെ നമ്മുടെ നയന ദേവയാനോട് പറയുന്നുണ്ട്, നന്ദുവിനെ ശക്തമായ താക്കീത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അവൾ അനിലുമായിട്ട് കൂടി വരില്ല നിങ്ങൾ നയന പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നയനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അവളെ തല്ലുകയും ചെയ്തു. എൻ്റെ അമ്മയെ പറഞ്ഞത് കൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞത് നന്ദുവിനോട്, അവളൊരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അത് വിനയാവോ എന്തോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. നന്ദു ഇങ്ങനെ പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി ഇങ്ങനെ വാച്ച് കേട്ടിക്കൊണ്ടിരിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ, ഇത് കൊള്ളാലോ, ഇതേതാ ഈ ഷർട്ട്, ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ ഒരുമാതിരി ഒന്ന് പറഞ്ഞതാണേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഫ്രണ്ട്സൊക്കെ മേടിച്ച് തന്നതെന്ന് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. പറഞ്ഞിരുന്നു. ഇതും നിൻ്റെ ആ മോതിരം തന്നെ ആ ഫ്രണ്ട്സ് തന്നെയാണോ തന്നതെന്ന് ചോദിക്കുവേ. ദേ നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം, ഇതും ആ അനിയെങ്ങാനും തന്നതാണോ എന്നിങ്ങനെ മോത് നോക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു ആണെങ്കിൽ ഇരുന്നിടത്തൊന്ന് പെട്ടെന്ന് ചാടി എണീക്കുവാണേ. എന്നിട്ട് മോത്തൊക്കെ ഒരു ഭാവപ്പാർച്ചയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട്, ദേ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവളുടെ മുഖഭാവം മാറിയത് കണ്ടോ. ദേ അമ്മ എന്തിനാ വെറുതെ ഓരോന്നും ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ചോദിക്കുക. അന്നേരം നമ്മുടെ കനകലത പറയുന്നുണ്ട്, എടാ നീ നയനമോളെ പോലെയാ, നീ എന്ത് പറഞ്ഞാലും സത്യം മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനിയുടെ കാര്യത്തിൽ മാത്രം നീ ഇപ്പം നുണ പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഈശ്വര, ഇനി ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ദൈവത്തിന് അറിയത്തുള്ളൂ എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, അവിടെ പോയെന്നാൽ എന്താവാനാണെന്നിങ്ങനെ ചോദിക്കുക. അല്ല, അവിടെ അനിമോൻ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയുമോ? അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അങ്ങനെ ക്യാമ്പിനകത്തൊന്നും ആരും വരാൻ പറ്റത്തില്ല എൻ്റെ അമ്മ എന്നിങ്ങനെ പറയുവേ. അതൊന്നും പറയാൻ പറ്റത്തില്ല, അവധി ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിയിൽ പോയി ചുറ്റാലോ, ഒന്നും പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ കനക അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ചോദിക്കേ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കേ. ഇതേ നന്ദൂട്ടാ, എനിക്ക് നല്ല സംശയമുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോഴേ എൻ്റെ ഉള്ളിൽ തീയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് തന്നെയല്ല, എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ പറയാം. അന്നേരം നമ്മുടെ നന്ദു പറയാം, അത് എൻ്റെ കുഴപ്പമല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണേ. എൻ്റെ നന്ദു, ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഞങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് അനിയുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ നിൻ്റെ നയനേച്ചിക്കും ആർക്കും അത് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നമ്മേ, എനിക്ക് അമ്മയോട് തർക്കിക്കാനൊന്നും വയ്യ എന്ന് പറയുവേ. അന്നത്തേക്ക് നമ്മുടെ കനക പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നയനമോൾ എന്തിനാണ് നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ കനകയും പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയല്ല, നവ്യമോളും പറഞ്ഞല്ലോ നിന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് പോകാനായിട്ട് ഇഷ്ടമൊന്നും ഇല്ല, പിന്നെ അവർ വാശി പിടിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്, ഇനി ഞാൻ ജലജയ്ക്കിട്ട് 2 പൊട്ടിക്കാനാണോ അങ്ങോട്ടേക്ക് വിളിക്കുന്നതെന്നും അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ പറയുന്നുണ്ട് കനക. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ ഒന്ന് ആകാംക്ഷയിലൂടെ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഞാനും അനിയും കാണുന്നത് അമ്മയ്ക്കഴിഞ്ഞും കൂടുതൽ ദേഷ്യമാണ് നയനജിക്ക്, പക്ഷേ എന്നിട്ടും അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് അമ്മ എന്നിങ്ങനെ നന്ദു പറയുവാണേ. എന്നാൽ പിന്നെ എൻ്റെ നന്ദൂട്ടൻ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് കനക ഇങ്ങനെ അയക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ചാവിയൊക്കെ എടുത്തിട്ട് പറയുകയാണേ, അവിടെ ആ അനാമികയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല, അവർ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പോലീസ് മുറ തന്നെ ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കനക ഞെട്ടുന്നുണ്ട് കേട്ടോ. നന്ദൂട്ട എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത്, സത്യം പറഞ്ഞാൽ നമ്മുടെ ആനി മൊത്തത്തിൽ മാറി കേട്ടോ. ഫുള്ള് ഇനി നന്ദു ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ അനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദുവിനെ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ബൈക്കിൽ ഇങ്ങനെ എത്തുന്നുണ്ട്. ഗേറ്റ് തുറന്ന് കയറി വരുമ്പോഴത്തേക്കിനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് എനിക്ക്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മാറി ഓടി നടന്ന് ഇങ്ങെത്തുമ്പോഴത്തേക്കിനും ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ നന്ദുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് മേലെ തന്നെ വിളിച്ചിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ പാര പോലെ നമ്മുടെ അനാമിക ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മുടെ അനാമിക വന്നിട്ടുണ്ടായിരുന്നു.
നന്ദുവിനെ നോക്കിയിട്ട് മുഖം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ അനാമികയുടെ മുഖത്തേക്കാണ്. അപ്പോൾ നമ്മുടെ അനാമിക ചോദിക്കുകയാണ് സന്തോഷമായല്ലോ എന്നിങ്ങനെ ചോദിക്കുകയും അപ്പോൾ നമ്മുടെ അനു പറയുന്നുണ്ട് അതിനിവിടെ ദുഃഖിക്കാനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് നമ്മുടെ അനാമിക പറയുന്നുണ്ട് എന്നിട്ട് സന്തോഷിക്കാൻ വകയുണ്ടായല്ലോ എന്നിങ്ങനെ പറയുവേ. നീ നിൻ്റെ പാട് നോക്കി പോകുമെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്നും പോവുകയാണ്. നമ്മുടെ നന്ദു ഇങ്ങനെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് കയറി വരുവാണ്. അപ്പോൾ നയനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു വരുന്നത് ഓടിച്ചെന്ന് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഉണ്ടല്ലോ കൂടെ. ദേവയാനി ഓടി അടുത്ത് ചെന്നിട്ട് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. കെട്ടി പിടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് തന്നെ ദേവയാനി തൻ്റെ മുഖഭാഗം എല്ലാം മാറ്റിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ആദർശം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ നന്ദു എത്തിയോ? ഇതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. പിന്നെ ആദർശ് പറയുകയാണ് ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഇല്ല, ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് സിക്നസിൻ്റെ കാര്യത്തിൽ ഇവൾ ഓക്കെയാണ്, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അതല്ല പറഞ്ഞത്, വീട്ടുകാരെ കാണാതെ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമായിരിക്കും, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ആദർശ് പറയുവേ. അല്ല എത്രയൊക്കെ ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് പിരിയുന്നത് ഒരു പ്രശ്നം തന്നെയായിരിക്കും എന്നിങ്ങനെ ആദർശ് പറയുവാണ്. അപ്പം നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട് അവൾക്കൊരു പ്രശ്നമില്ല, പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നമെന്ന്? അല്ല ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം അമ്മയ്ക്കായിരുന്നല്ലോ. അത് നീ ഒറ്റ മോനായിരുന്നു, പിന്നെ നിനക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഒരു വഴി പറക്കും കേട്ടോ. സത്യമായിട്ട് ഇത്രയും നാളും പോകാൻ ഭയങ്കര ഉത്സാഹത്തിലിരുന്നാണ്, ഈ സമയമായപ്പോഴത്തേക്കിനും പോകണ്ടെന്നിങ്ങനെ തോന്നുവാന്നിങ്ങനെ പറയുവേ. അപ്പം നമ്മുടെ നായന പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ പോകണ്ട, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നീ പോലീസ് ആവുന്നതിനോട് ഒരു താല്പര്യവും ഇല്ലെന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ദേവയാനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടതെന്ന്. അപ്പോഴത്തേക്കിനും നമ്മുടെ നായനെ ചാടിക്കയറി പറയുവാണ് അമ്മ എന്ത് കൊടുത്തെന്നാലും നന്ദു കുടിച്ചോളൂ എന്ന് പറയാം. അത് ഞാൻ നിന്നോടാണ് ചോദിച്ചത്, ഞാൻ ഇവളോടല്ലേ ചോദിച്ചത്. നമ്മുടെ നന്ദു പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ആദർശ് പറയുകയാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അമ്മ എല്ലാം നന്ദുവിന് ഇഷ്ടമുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെയും പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അതും എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ഞാനെല്ലാം മേടിച്ച് അവിടത്തേക്ക് എത്തിച്ചേക്കാമെന്ന് പറയുക. പിന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഇല്ല വേണ്ട ആദർശമായിട്ടാ, ഞാനെല്ലാം നേരത്തെ തന്നെ മേടിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്കല്ലേ ചിക്കൻ ബോക്സ് ഒക്കെ വന്നത്. പിന്നെ ചേച്ചി ഇങ്ങോട്ടേക്ക് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ അനാമികയ്ക്കും അവരുടെ അമ്മയ്ക്കും ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് മോൾ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റുപോയേനെ, അത്രയ്ക്കാണ് അവൾ നമ്മുടെ അച്ഛനും അമ്മയും താറടിച്ചത് ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആദർശം ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയും ജലജയും ജാനകിയും എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കും കേട്ടോ. ഇതൊന്നും ശരിയല്ല, ഇതിനെല്ലാം കാരണക്കാരി ഏട്ടത്തി തന്നെയാണ്. ഏട്ടത്തിക്ക് മരുമകളോട് പറഞ്ഞുകൂടായിരുന്നോ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ല എന്നിങ്ങനെ ജലജ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി നമ്മുടെ കോമഡി ആയിട്ട് പറയുകയാണ് അനിയത്തിന് വിരുന്നുണ്ണാൻ വിളിച്ചില്ലെങ്കിൽ മരുമകൾ പിണങ്ങിപ്പോയാലോ എന്നിങ്ങനെ പറയും. ഏതൊക്കെയായാലും അവൾ വന്നതല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടാളും താഴേക്ക് വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും അതിന് മോള് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്നിങ്ങനെ ജലജ ചോദിക്കുവേ. ഏതൊക്കെയായാലും അവൾ വന്നതല്ലേ, ഇനിയിപ്പം വല്യമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്നിങ്ങനെ അനാമിക പറയുവാണ്. അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ട് അത് പോയില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, അവൾ എന്താണെന്ന് വെച്ചാൽ വെട്ടി വിഴുങ്ങിയിട്ട് പോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഒരുത്തി പ്രസവത്തിന് അങ്ങോട്ടേക്ക് പോയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നേക്കുമായിരുന്നു എന്നിങ്ങനെ ജലജ പറയുവാണ്. ഇനി ആര് വന്നാലും ഇറക്കി വിടാനൊന്നും പറ്റത്തില്ലല്ലോ, വഴിയെ പോണ സത്രമായല്ലോ ഇപ്പോൾ ഈ തറവാട്. പിന്നെ നമ്മുടെ ജാനകി അനാമികയോട് പറയുകയാണെ മോളെ നീ ഏട്ടത്തിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മോൾ സീരിയസ് ആയിട്ട് തന്നെ മുത്തശ്ശിയോടും ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കണം. നന്ദു അനിയും തമ്മിൽ അടുപ്പമുള്ളത് കൊണ്ട് നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കരുതെന്ന് മോള് പറയണം, അതിനുള്ള എല്ലാ അവകാശവും മോൾക്കുണ്ട് എന്നിങ്ങനെ ജാനകി പറയുവാണ്. അപ്പം ജലജയും അനാമികയെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനാമിക പറയുകയാണ് അവളെ പേടിച്ചിട്ട് നമ്മൾ എന്തിനാ അപ്പച്ചി മാറി നിൽക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് തെരുതെരെ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നത്. അത് തന്നെയല്ല അവൾ ട്രെയിനിങ്ങിന് പോവല്ലേ, SI ആവാൻ പോകുന്നതുകൊണ്ട് എല്ലാവരും അവളെ പേടിയാന്ന് അവളുടെ വിചാരം കൂടി. പിന്നീട് നമ്മുടെ ജലജ പറയുവാണേ മോളുടെ അച്ഛനെ അമ്മേനെയൊക്കെ വീട്ടിൽ കയറി തല്ലിയത് അവളാണെന്ന് മോള് തന്നെ പറയുന്നുണ്ടല്ലോ. അതെ അവൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ പേടിച്ച് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രശ്നമാണ്. അത് വേണ്ട, അവളുടെ മുമ്പിൽ തന്നെ ഞാൻ പോയി നിൽക്കും.
എന്നിട്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, സത്യങ്ങൾ ഇവരറിയാത്തടത്തോളം കാലം ഇങ്ങനെയൊക്കെ അഭിനയിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയെ. അപ്പോൾ നമ്മുടെ ജലജ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മരുമകൾക്ക് ഇതെന്താ പറ്റിയത്? എൻ്റെ മരുമകളുടെ കാര്യം കഷ്ടത്തിലാണ് എന്നിങ്ങനെ പറയുക. അത് വശം കെട്ടു എന്നിങ്ങനെ ജലജ പറയുക. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, എന്ത് പറയാനാ, അതുപോലെ ഒരുത്തിയാണ് നയന, അതാണ് പ്രശ്നം. അവൾക്ക് എല്ലാവരെയും വിഴുങ്ങാനായിട്ട് അറിയാം. ഇപ്പം അവൾ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് തന്നെ. അവിടുന്ന് സംസാരിച്ചിട്ട് നമ്മുടെ അനാമിക നേരെ ഡൈനിങ് ടേബിളിനടുത്ത് താഴോട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുകയാണ്. ദേവയാനി ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ നന്ദു, നയന, അതുപോലെ ആദർശ്, അനി എല്ലാവരും ടേബിളിന് ചുറ്റുമിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിന് അനാമിക ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആ മോള് വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ നമ്മുടെ ദേവയാനി. അതിനിടയ്ക്ക് ആദർശ് ചോദിക്കുന്നുണ്ട്, അനാമിക എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ ചെന്ന് കൊടുത്തിട്ട് ഇങ്ങനെ നയന നമ്മുടെ അനാമികനെ നോക്കുവേ. നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും പാത്രം എടുത്തിട്ട് ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, മോളിപ്പോൾ എനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. എന്നിട്ട് നമ്മുടെ നന്ദുവിന് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുവേ, വേണ്ട എനിക്ക് ഭക്ഷണം ഒന്നും വിളമ്പി തരണ്ടെന്ന്, ഞാനെടുത്ത് കഴിച്ചോളാം എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഇത്രയും ദിവസം നിന്നെ ഞാനൊരു ശത്രുവിനെ പോലെയല്ലേ കണ്ടിരുന്നത്, ഇനി ആ ശത്രുതയൊക്കെ മാറട്ടെ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പം നന്ദു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഇവയ്ക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു നയനേനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയനയുടെ മുഖഭാവവും അനാമികയുടെ മുഖഭാവമൊക്കെ മാറുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നമ്മുടെ നന്ദു. എന്നിട്ട് ഇനി മതി മോള് ചെന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പറയുക. അപ്പോഴത്തേക്കിന് അനിയുടെ അടുത്ത് പോയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് അനാമിക വന്നിട്ട് നമ്മുടെ നയനനെ നോക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ കഴിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും ഇങ്ങനെ അനാമിക നന്ദുവിനെ നോക്കുമ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ അനിയെ നോക്കുവാണ്. പിന്നെ അനിയെ നോക്കുമ്പോൾ അനിയെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൾക്ക് ദേഷ്യം നന്നായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, ദേ നന്ദു, പോസ്റ്റിംഗ് ഒക്കെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, നമുക്ക് നമ്മുടെ DGP ആയിട്ടൊക്കെ പറയാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് റെക്കമെൻഡേഷനൊന്നും വേണ്ട ആദർശേട്ടാ, ഈ മറുപടി തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല ടെൻഷനുണ്ട് പോലീസ് ഓഫീസർ ആവുന്നതിൽ, അതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, അതായിരിക്കും നല്ലതെന്ന് ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഇവളുടെ സ്വഭാവം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം ട്രാൻസ്ഫർ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ നയനം പറയുന്നുണ്ട്, അച്ഛനും അമ്മയും വിഷമിക്കരുത് കേട്ടോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ പോലീസ് യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വരും. അപ്പം നമ്മുടെ അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവിടെ പ്രശ്നമുള്ള സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും ഇവിടെ തല്ലി കൊന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ട് മയക്കുമരുന്നും കള്ളക്കടത്തും ഒക്കെ കൂടുതൽ കേസുകൾ, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ എങ്ങാനും പെട്ട് കഴിയുന്ന വലിയ വലിയ തമ്പുരാക്കന്മാരും ഒക്കെ ആയിട്ടായിരിക്കണം മത്സരിക്കേണ്ടി വരുന്നത് എന്നിങ്ങനെ അനിയും പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അനി, അവിടെ ഇപ്പോൾ തമ്പുരാക്കന്മാരെ നോക്കേണ്ട ആവശ്യകതയൊന്നും ഇല്ലല്ലോ, അങ്ങനെയെങ്കിൽ നീ വളരെ പെട്ടെന്ന് തന്നെ ആവിയായി പോവുക എന്നിങ്ങനെ അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ നന്ദുവും അനിയും ഇങ്ങനെ പരസ്പരം കണ്ണോട് ചേർത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്ദു ഇങ്ങനെ നോക്കി അനിയെ നോക്കി ചിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അനി ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നത് നമ്മുടെ ദേവയാൻ ഇങ്ങനെ കാണുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്